കായക്കൊല കൊല വെട്ടാൻ പോവാണെന്ന്. ഒരു കൊല നമുക്ക് ഉണ്ടായി മൂത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വെട്ടിയെടുക്കണം. കൊല വെട്ടി സഹായിക്കാൻ ഇവിടെ കണാരേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ വെട്ടാൻ തീരുമാനിച്ചു. കണാരേട്ടനെ നമുക്ക് ഈ കൊല വെട്ടാൻ വിളിച്ചാലോ? കണാരേട്ടൻ ചിലപ്പോൾ അവളുടെ കൊല മാത്രം വെട്ടുള്ളൂ. അതുകൊണ്ട് ഈ കൊല നമുക്ക് ഒറ്റയ്ക്ക് വെട്ടാം. അപ്പൊ കണാരേട്ടനല്ല കൊല വെട്ടുന്നത്, ഞാനാണ്. ഇത് കൊയിലാണ്ടി കക്കൂസിന്റെ കൊലയല്ലാത്ത കാരണം നമ്മൾ തന്നെ വെട്ടേണ്ടത്. ശരിയായി വെട്ടട്ടെ. പിടിച്ചില്ലേ? വാഴ വീണം പിടിച്ചില്ലേ? നമ്മുടെ കൊല നിലത്തേക്കാണ് വീണത്. കാരണം ഈ കൊല താഴെ വീണാലും താങ്ങാൻ നമ്മളെ കൊണ്ട് കെട്ടി. കാരണം ഞാനൊരു സ്ലിംബ്യൂട്ടി ആയ കാരണം നമ്മുടെ സീറോ അങ്ങനെന്തോ പറയും, സീറോ ആണ്. അപ്പൊ ഈ കൊല നമ്മൾ മോളിൽ നിന്ന് താങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ചിലപ്പോൾ വാഴ വെട്ടിയിട്ട പോലെ കിടക്കേണ്ട വരും. അതുകൊണ്ട് നമ്മൾ ഇത് താഴ്ത്തുനിന്ന് വെട്ടിയെടുക്കാണ്. ഞാലിപ്പൂവിനാട്ടാ പഴുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാ. സംഭവം ഞാൻ 3-4 ദിവസം മുമ്പ് തന്നെ വിചാരിക്കണ്ടായിരുന്നു ഇത് വെട്ടണമെന്ന്. അപ്പൊ മൂക്കട്ടേന്ന് വിചാരിച്ച് നിർത്തിയതായിരുന്നു. അപ്പൊ ഇനി മൂക്കാൻ നിർത്തി കഴിഞ്ഞാൽ കായ പൊട്ടി തവിട് പൊടിയാവും. ഒരു കായ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വെട്ടിയത് നന്നായി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ കായ്ക്കൊല. ഞാനിപ്പോ